രാഹുൽ ഈ പുനർജന്മത്തിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വാസമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശ്വാസമില്ല. പക്ഷേ ചില അനുഭവങ്ങൾ കേട്ടതിൽ നിന്ന് വിശ്വസിക്കാം. പല ന്യൂസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവര് റീബർത്ത് ചെയ്തിട്ട് പിന്നീട് അവരെങ്ങനെയാണ് കൊലപ്പെട്ടത് എന്നുള്ളത് അവർ തെളിയിച്ച സാഹചര്യങ്ങളൊക്കെ ഉള്ള ഒരു കുറേ കേസസ് നമ്മൾ അങ്ങനെ കേട്ടിട്ടുണ്ട്. പക്ഷെ പലരും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് അന്ധവിശ്വാസമാണ്, ഇങ്ങനെയൊന്നും അല്ല എന്നുള്ളതൊക്കെയാണ് പറയുക. പക്ഷെ നമ്മളിപ്പോൾ തൊട്ടപ്പുറത്തെ വീട്ടിൽ നടന്നാലും നമ്മൾ ഇതൊക്കെ തന്നെയായിരിക്കും പറയുക, അതൊക്കെ ചുമ്മാതാണ് എന്നുള്ളത്. പക്ഷെ ഇതൊരു കേസ് ഫയൽ തന്നെയുണ്ട്. ഒരു ടിറ്റു സിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു കുട്ടി, ആ കുട്ടി പണ്ട് എങ്ങനെയായിരുന്നു അയാൾ മരിച്ചത് എന്നുള്ളതൊക്കെ ആ ഒരു കുട്ടി ഒരു 3-4 വയസ്സ് എങ്ങാണ്ടുണ്ട് ആ ഒരു പ്രായം. ആ പ്രായത്തിൻ്റെ ഇടയ്ക്ക് ആ കുട്ടി പറഞ്ഞ് ബാക്കിയുള്ളവരെ കൺവിൻസ് ചെയ്തു, അതായത് ഇങ്ങനെയാണ് എന്നുള്ളത്. ഞാൻ ജനിച്ചത് ഇന്ന സ്ഥലത്തായിരുന്നു, എനിക്കൊരു ഭാര്യ ഉണ്ടായിരുന്നു, മക്കളുണ്ടായിരുന്നു, ഞാനൊരു റേഡിയോ ഷോപ്പിലായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഞാൻ വെടികൊണ്ടാണ് മരിച്ചത് എന്നുള്ളതൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ കുട്ടി ഇങ്ങടെ തലമുടി ഇങ്ങനെ ഷേവ് ചെയ്ത് നോക്കിയപ്പോൾ ആ വെടികൊണ്ട പാട് വരെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഇതിനകത്തൊന്നും വിശ്വസിക്കാൻ പറ്റായിക ഒന്നുമില്ല. എനിക്കൊന്നും ഇതേപോലെ തന്നെയാണ് ശാന്തി ദേവിയുടെ കഥ. ശാന്തി ദേവി പ്രസവ സമയത്താണ് മരിക്കുന്നത്. അപ്പോൾ പ്രസവ സമയത്ത് മരിക്കുമ്പോൾ കുഞ്ഞ് ജനിക്കുന്നുണ്ട്. പക്ഷേ ശാന്തി ദേവി മരിച്ചു പോകുന്നുണ്ട്. പിന്നീട് മറ്റൊരു സ്ഥലത്ത് ഒരു 1-2 കൊല്ലത്തിന് ശേഷം ശാന്തി ദേവി വീണ്ടും പുനർജനിക്കുന്നു. അവർക്കൊരു 6 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് അവർ തിരിച്ചറിയുന്നുണ്ട്, ഇതല്ല എൻ്റെ സ്ഥലം, ഞാൻ വേറൊരു സ്ഥലത്താണ് ജനിച്ചത്. വീട്ടുകാരോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവസാനം വീട്ടുകാർ സഹികെട്ട് അവിടേക്ക് പോകാൻ തയ്യാറാകുന്നു. പിന്നെ അവിടെ ചെന്ന് അന്വേഷിക്കുന്ന സമയത്താണ് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരാളുണ്ടായിരുന്നു. അവർ മരണപ്പെട്ടു, ഇതേപോലെ തന്നെ മരണപ്പെട്ടു. അദ്ദേഹത്തിന് അവിടെ ആ ശാന്തിദേവിക്ക് ആ വീട്ടിൽ ചെല്ലുമ്പോൾ ഓരോ ആളുകളെയും പേരെടുത്തറിയാം. ഭർത്താവ്, ഇതാണ് എൻ്റെ കുഞ്ഞ്, ഒരു വീട്ടിൽ ഓരോ ആളുകളെയും ശാന്തിദേവി ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്ന സമയത്ത് എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. ശാന്തിദേവിയെ പഠിക്കാൻ തന്നെ സർക്കാർ തയ്യാറാകുന്നൊരു സ്ഥിതിയിലേക്ക് പോയി. അങ്ങനെ അതിനുവേണ്ടി പ്രത്യേക വിങ് രൂപീകരിക്കുന്നു. ഇപ്പോഴും ചുരുളഴിയാത്തൊരു രഹസ്യമായിട്ടിരിക്കുന്ന ഒരു കേസാണ് ശാന്തിദേവിയുടെ ഈ പുനർജന്മത്തിൻ്റെ ഒരു കേസ്. അതിനുശേഷം അവർ ഭർത്താവിൻ്റെ കൂടെ പോകണമെന്ന് പറഞ്ഞു. പക്ഷേ വീട്ടുകാർ സമ്മതിച്ചില്ല. പിന്നീട് അവർ വേറെ ആരെയും വിവാഹം കഴിക്കാതെ അവർ മരണപ്പെട്ടു പോകുന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് കേസുകൾ, രഹസ്യ സ്വഭാവത്തിലുള്ള ഒരുപാട് കേസുകൾ അമേരിക്ക അല്ലെങ്കിൽ മറ്റൊരുപാട് രാജ്യങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരുപാട് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഇതിനെപ്പറ്റി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന, പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ ഞാൻ ജോർജ് മാത്യു സാറുമായിട്ട് തിരുവനന്തപുരത്ത് വെച്ചൊരു ഇൻ്റർവ്യൂ എടുക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത് പുനർജന്മം എന്നൊരു വിഷയമില്ല, പിന്നെ ഒരു ജീൻ മെമ്മറികളുണ്ട്, അല്ലെങ്കിൽ അല്ലാതെ തന്നെ ഉണ്ടാകുന്ന വേവ് മെമ്മറികൾ. നമ്മൾ മരിച്ചു കഴിഞ്ഞാലും നമ്മുടെ ചിന്തകൾ അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ട്രാൻസ്മിറ്ററുകൾ മറ്റൊരാളുടെ ബോഡിയുമായിട്ട് കണക്റ്റ് ചെയ്യുമ്പോൾ ഈ വേവുകൾ തമ്മിൽ കണക്റ്റ് ആവും. അപ്പോൾ അവിടെ ഇവർക്ക് പഴയ കാലത്തെ ഓർമ്മകൾ അല്ലെങ്കിൽ മറ്റൊരാളുടെ ബോഡിയിലുണ്ടായിരുന്ന ആ എനർജി വേവുമായിട്ട് കണക്റ്റ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ മറ്റൊരാളായിട്ട് മാറുന്നതും. ഇപ്പോൾ കൂടുമാറ്റം എന്ന് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. കൂടുമാറുക. ആത്മാവിനെ, ഇപ്പം എൻ്റെ ശരീരത്തിൽ ആത്മാവ് ഉണ്ടെങ്കിൽ ആത്മാവ് പോയിട്ട് മറ്റൊരു ആത്മാവ് കടന്നു വരിക. ഇതൊരു പുനർജന്മത്തിൻ്റെ മറ്റൊരു രീതി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു സമയമാകുമ്പോഴത്തേക്കും നമ്മുടെ ചിന്തകളിൽ നമ്മൾ ഇവിടെയല്ല ജനിച്ചത്, മറ്റൊരു സ്ഥലത്താണ്. ആ സമയത്ത് നമ്മളിലേക്ക് മറ്റൊരു ആത്മാവ് കടന്നു കയറുന്നൊരു രീതി. അതേപോലെ തന്നെയാണ് ഈ ചിന്ത. ഇപ്പോൾ ഈ ക്ലെയർവോയിൻസ് എന്നൊക്കെ പറയും. നമ്മൾ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് ഒരു രൂപം കാണുന്ന, ഇതിനെ ക്ലെയർവോയിൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതേപോലെ ചെറിയ രൂപങ്ങളിൽ അല്ലെങ്കിൽ നമുക്ക് കാണാൻ കഴിയാത്ത അദൃശ്യമായിട്ട് ഇത് നമുക്ക് ചുറ്റുമുണ്ട്. ഇതുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നൊരു ടൈം വരുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു എല്ലാ അന്തരീക്ഷവും ഒത്തു വരുമ്പോൾ ഇത് തമ്മിൽ കണക്റ്റ് ആവും. ആ സമയത്ത് നമ്മൾ മറ്റൊരാളായിട്ട് മാറും. അപ്പോൾ നമുക്ക് പഴയ കാലത്തെ ആ ഒരു ബോഡിയിലുണ്ടായിരുന്ന ചെറിയ മെമ്മറി, അതിനകത്ത് മുഴുവൻ മെമ്മറികളും കിട്ടത്തില്ല, ചെറിയ ചെറിയ മെമ്മറികൾ മാത്രമേ കിട്ടത്തുള്ളൂ. അത് തമ്മിൽ കണക്റ്റ് ആകുമ്പോൾ ഇതല്ല നമ്മൾ നിന്ന സ്ഥലം, മറ്റൊരു സ്ഥലമാണ്. അങ്ങനെ അന്വേഷിച്ച് പോയി ഒരുപാട് ആളുകളുടെ കഥയുണ്ട്. ഞാൻ ഇവിടെയല്ല ജനിച്ചത്, മറ്റൊരു സ്ഥലത്താണ്. ഇപ്പോൾ നമ്മൾ തന്നെ ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഇവിടെ നമ്മൾ എപ്പോഴോ വന്നതായിട്ടുള്ള ഓർമ്മകൾ അതെ, തേജാവു പോലെ നമ്മൾ സ്വപ്നത്തിൽ ഈ സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ചില വഴികളൊക്കെ കാണുമ്പോൾ നമ്മൾ നേരത്തെ വന്നിട്ടുണ്ട്, നമ്മൾ ഇവിടെ ആയിരുന്നു എന്ന് തോന്നിക്കുന്ന സ്ഥലങ്ങൾ നമ്മൾ കാണും. ഇത് ചിലർ പറയുന്നത് പഴയ ഓർമ്മകളുമായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യുന്നതായിരിക്കാം.
മനുഷ്യൻ എത്രയോ വർഷങ്ങളായിട്ട് ഇങ്ങനെ പുനർജനിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പലപ്പോഴും പറയുന്നത്. പിന്നെ ഈ പരലോക നിയമം എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അപ്പോൾ ഞാനിവിടെ വന്നിട്ടുള്ള ഇൻ്റർവ്യൂ എടുക്കാൻ വന്നിട്ടുള്ള എല്ലാവരും പറയുന്ന കഥകൾ ഈ പരലോക നിയമവുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കഥകളാണ് പറയുന്നത്. ഞാനങ്ങനെ ആ പുസ്തകം വായിക്കാൻ നോക്കി. അപ്പോൾ അങ്ങനെ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിലൊരാൾ മകൻ മരിക്കുന്ന സമയത്ത് ഒരമ്മ ആ കുഞ്ഞിൻ്റെ ഇതിന് വേണ്ടിയിട്ട് വോട്ടർ റൈറ്റ് ചെയ്യുന്നതാണ് ആ പുസ്തകത്തിൽ ഉള്ളത്. അപ്പോൾ ആ ആത്മാവ് അവരോട് പറയുന്ന കാര്യങ്ങളാണ് പലപ്പോഴും പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ വെച്ചിട്ടൊക്കെയാണ് ആൾക്കാർ വരുന്ന കൂടുതൽ ആളുകളും ഇത്തരത്തിലുള്ള പുസ്തകം വെച്ചിട്ടാണ് കഥകൾ പറയുന്നത്. ചിലപ്പോൾ അവർക്ക് അതുമായിട്ടുള്ള ഇപ്പോൾ മരണപ്പെട്ടാൽ മാത്രമേ നമുക്കറിയത്തുള്ളൂ എന്താണ് യാഥാർത്ഥ്യമെന്ന്. ഇപ്പോൾ ഈ വീഡിയോ തന്നെ കാണുന്ന ആളുകൾ പറയും ഇവന്മാരെന്താണ് പറയുന്നത്, ഇങ്ങനെയൊന്നും അല്ല എന്ന് പറയും. ഇത് ഓരോ ആളുകൾക്കും ഓരോ ചിന്തകളാണ്, അല്ലെങ്കിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളാണ്. ഇപ്പോൾ മരണപ്പെട്ടു പോയ ആളുകളെ തന്നെ കണ്ടു എന്ന് പറയുന്ന ആളുകളുണ്ട്, കണ്ടിട്ടില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്, തെറ്റിദ്ധരിക്കുന്ന ആളുകളുണ്ട്. സുമതി വളവ് പോലുള്ള ഈ മരണപ്പെടുന്നതിന് തൊട്ട് മുന്നേ അവരറിഞ്ഞിട്ടുണ്ടാവില്ല മരിച്ചു എന്നുള്ളത് അറിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മുടെ അടുത്ത് എന്തോ സംസാരിക്കാനായിട്ട് അവർ നോക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് വന്ന് നോർമലായിട്ട് നിൽക്കുന്ന പോലെ നിൽക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരുപാട് കേസസ് ഉണ്ട്. എനിക്ക് നേരത്തെ ഇങ്ങനെ ഈ പുനർജന്മത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴേ കണക്ട് ആയത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ബ്ലൂടൂത്ത് ഡിവൈസ് നമ്മളിങ്ങനെ കണക്ട് ചെയ്യുന്ന പോലൊരു ഒരു സംഗതിയാണ് എന്നുള്ളത് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഈ പുനർജന്മത്തിലൊക്കെ നമ്മളിപ്പോൾ ഇങ്ങനെ ജീവിച്ച് അത് കഴിഞ്ഞ് നമ്മൾ മരിക്കുന്ന ഒരു സാഹചര്യം, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു കുട്ടിയിലേക്ക് നമ്മൾ അത് വേറൊരു കുട്ടിയായിട്ട് നമ്മൾ ജനിക്കുന്നു. ആ കുട്ടിക്കെല്ലാം ഓർമ്മയുണ്ട്. ഇത് കേൾക്കുമ്പോൾ എനിക്കിപ്പോൾ രാഹുൽ പറഞ്ഞതുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആളുടെ ഓർമ്മകളും കാര്യങ്ങളും ഒക്കെ ഇതുപോലെ ഏതോ ഒരു വൈബ്രേഷൻ വന്ന ആ ഒരു സമയത്ത് ആ ഇതുമായിട്ട് കണക്റ്റായി, ആ കുട്ടിയുമായിട്ട് കണക്റ്റായി, പിന്നീട് ആ കുട്ടി അതിലൂടെ സംസാരിച്ചു തുടങ്ങുന്നു എന്നുള്ളതൊക്കെയാണ്. ഈ നമ്മളതിന് എന്താ പറയാ, ഇപ്പം നമ്മള് എന്താ പറയാ മണിച്ചിത്രത്താഴ് സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, അതും ഇത്തരത്തിലൊരു കാര്യമാണ് എന്നുള്ളതാണ് തോന്നിയിട്ടുള്ളത്. മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡറും ഇതും എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതൊക്കെ കൺഫ്യൂഷനാണ്. ബന്ധങ്ങൾ കാണും. ഇപ്പോൾ നമ്മൾ ടെക്നോളജികളുടെ കാലമാണ്. ഇപ്പോൾ ഇതിനെ കളിയാക്കുന്ന ആളുകളൊക്കെ അവരൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇപ്പോൾ നമ്മളൊരു ഫയൽ ട്രാൻസ്ഫർ ചെയ്യുകയാണ്, ഇപ്പോൾ വാട്സപ്പിലൂടെ ഒരു ഫയൽ ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ഈ ഫയൽ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അവിടെ അങ്ങനെ ഒരു സാധനമില്ല. ചെറിയൊരു കോഡിനകത്ത് രൂപീകരിച്ചത് ചിലപ്പോൾ അമേരിക്കയിലുള്ള ആൾക്കാണ് അയക്കണമെങ്കിൽ അത് പോകുന്നുണ്ട്, സാറ്റലൈറ്റ് വഴി ഇങ്ങനെ അത് കണക്ട് ചെയ്ത് പാസ് ചെയ്ത് പോകുന്നുണ്ട്. ആ വേവ് പാസ് ചെയ്ത് പോകുന്നത് നമുക്കാർക്കും കാണാൻ കഴിയുന്നില്ല. അമേരിക്കയിലുള്ള ആൾക്ക് കൃത്യമായിട്ടുള്ള ഡാറ്റ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ഈ ഡാറ്റകൾ നമ്മുടെ ഈ ചുറ്റുപാടുമുള്ളത് മുഴുവൻ എനർജി ഫീൽഡുകളാണ്. നമ്മളിനി എത്ര അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ ബോഡി തന്നെ ഒരു എനർജി ഫീൽഡാണ്. നമ്മുടെ ഓരോ സെല്ലും ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എനർജി വെച്ച് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ചുറ്റുമുള്ളത് എനർജി ഫീൽഡുകളാണ്. അതിനനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ വരുന്നുണ്ട്. നമുക്ക് ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ നെഗറ്റീവ് വൈബ്രേഷൻസ് വരുന്നുണ്ട്, പോസിറ്റീവ് വൈബ്രേഷൻസ് വരുന്നുണ്ട്. മുഴുവൻ എനർജിയാണ്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഡാറ്റകളും. ഈ ഡാറ്റകൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അത് ചില സമയത്ത് നമുക്ക് നമ്മളെ വന്ന് ടച്ച് ചെയ്തിട്ട് പോകും. ചില സമയത്ത് നമുക്ക് ഈ ന്യൂട്ടന് വരെ ആപ്പിൾ തലയിൽ വീണിട്ടാണ് പെട്ടെന്നൊരു ഐഡിയ വന്നത്. ചിലപ്പോൾ ആ സമയത്ത് ആപ്പിളിന് പകരം മറ്റെന്തെങ്കിലും എനർജി ആണെങ്കിലോ. അപ്പൊ അതേപോലെ നമുക്ക് എന്ത് വേണമെങ്കിലും ആലോചിക്കാം. കാരണം മനുഷ്യന്റെ മനസ്സ് എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറമാണ്. തന്നെ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറമാണ് ഇന്നത്തെ ടെക്നോളജികളാണെങ്കിലും. ഇതെല്ലാം എങ്ങനെയാണ് സാധ്യമായത് എന്നൊന്ന് ചിന്തിച്ചു പോയാൽ മതി. ഇതിനൊക്കെ അപ്പുറത്തേക്ക് എന്തൊക്കെയുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ നമുക്ക് തലയിലേക്ക് ടെക്നോളജി വഴി, അതായത് തലയിലൊരു ചിപ്പ് ഘടിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അയക്കുന്ന ഡാറ്റകൾ നമുക്ക് ശരീരത്തിൽ ആക്സസ് ചെയ്യാൻ കഴിയും. ഇപ്പോൾ നമ്മൾ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് നോക്കേണ്ട അവസ്ഥയില്ലേ. ഇപ്പോൾ കണ്ണുകൊണ്ട് സെർച്ച് ചെയ്യുന്ന രീതികളൊക്കെ പുതിയതായിട്ട് വരുന്നുണ്ട്. അതായത് ഒരു കണ്ണാടി വെച്ചാൽ മാത്രം മതി, അതിനനുസരിച്ച് നമ്മൾ കണ്ണിൻ്റെ ആക്ഷൻസ് അനുസരിച്ച് അത് സ്ക്രോൾ ചെയ്ത് പോവാം. അത് നമുക്ക് മൊത്തത്തിൽ ആക്സസ് ചെയ്യാം. അതേപോലെ തന്നെ തലയ്ക്കുള്ളിലൊരു ചിപ്പ് വെച്ച് കഴിഞ്ഞാൽ ഏത് ഫയലും ട്രാൻസ്മിറ്റ് ചെയ്ത് നമുക്ക് മുഴുവനായിട്ടും ആക്സസ് ചെയ്യാം. വേണമെങ്കിൽ വിക്കിപീഡിയ മൊത്തത്തിൽ നമുക്ക് ഒറ്റയടിക്ക് ആക്സസ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ചെറിയ ചിപ്പുകൾ വെച്ച് കഴിഞ്ഞാൽ പറ്റും. അപ്പോൾ അതേപോലെ തന്നെ ബ്രെയിൻ അത്രയും കഴിവുകളുണ്ട്. അപ്പോൾ ഈ ഫീൽഡുകളുമായിട്ട് ചിലപ്പോൾ കണക്ട് ചെയ്യുന്നതായിരിക്കാം. മരണപ്പെടുമ്പോൾ ആ ഒരു എനർജി എന്തായാലും അവിടെ തന്നെ നിലനിൽക്കുള്ളൂ. ഒരു സാധനം ഫിസിക്സ് പ്രകാരം ഊർജം നശിക്കുന്നില്ല. ഊർജം നശിക്കാതിരിക്കുമ്പോൾ ആ ഊർജത്തിൽ ഓരോ മെമ്മറി സെല്ലുകൾ ഉണ്ടാകുമല്ലോ. ഈ ജീവലോകം എന്ന് പറയുന്നത് തന്നെ മെമ്മറി സെല്ലുകളാണ്. ഇപ്പോൾ ഏത് ജീവി എടുത്തു നോക്കി കഴിഞ്ഞാലും അതിൻ്റെ അടുത്ത ജന്മത്തിലേക്ക് വരുന്ന ജീവി എങ്ങനെയാണ്,
ഇപ്പോൾ മനുഷ്യന് മാത്രമാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതെ. മറ്റേത് ജീവി എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ഒരു മെമ്മറി സെല്ലായിട്ട് തന്നെ ജീവിച്ചു വരുന്ന ജീവികളാണ്. ചിലതൊക്കെ അതിനെ പ്രസവിച്ചിട്ടിട്ട് പോകത്തേ ഉള്ളൂ. പോകത്തേ ഉള്ളൂ. ഇത് അവിടെ കിടന്ന് വളർന്നു വന്നിട്ട് ഈ ചില പക്ഷികളുടെ ഒക്കെ കാര്യമുണ്ട്. അത് ഓരോ കൊല്ലം കഴിയും തോറും ഇത്ര ദൂരം പോയി അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്നത്. ഇത് ആ പക്ഷിക്ക് ആര് പറഞ്ഞു കൊടുക്കുന്നതാണ്? അതെ, പക്ഷിയെ എത്ര ദൂരം പ്രസവിച്ചിട്ടിട്ട് പോകും. സഞ്ചരിക്കണം. അല്ലെങ്കിൽ ചില പക്ഷികളൊക്കെ എന്താ പറയാ, ഇന്ന സമയമാകുമ്പോൾ ഒരിടത്ത് കാണും. ആ അങ്ങനെയുള്ള കുറെ സാഹചര്യങ്ങളുണ്ട്. ഇപ്പൊ എനിക്ക് ഇതിനകത്തു നിന്നൊക്കെ നമ്മളിപ്പം സംസാരിക്കുമ്പോൾ ഇതിനൊക്കെ പെർട്ടിക്കുലർ ഒരു ഉത്തരം എന്നുള്ളത് നമുക്കിത് പറയാൻ പറ്റില്ല. ഒന്നല്ലെങ്കിൽ നമ്മൾ മരിച്ച് അതിനുശേഷം നമുക്ക് തിരിച്ചു വന്ന് ഇവിടെ ഇരുന്ന് ഇങ്ങനെ പറയാനായിട്ട് സാധിക്കുന്ന ഒരു ഇതുണ്ടെങ്കിൽ നമുക്ക് പറയാം. പിന്നുള്ളത് ഓജോ ബോർഡ് വെച്ച് നോക്കി കഴിഞ്ഞാല് പ്രേതത്തെ കാണാം, അല്ലെങ്കിൽ ആത്മാവുമായിട്ട് കണക്ട് ചെയ്യാമെന്നൊക്കെ പറയുന്ന അതിനകത്ത് ഞാൻ ആളുകളുണ്ട്. വിശ്വസിക്കുന്നില്ല. എനിക്ക് അറിയില്ല അതിനകത്ത് എത്രമാത്രം സത്യം ഉണ്ട് എന്നുള്ളത്. ഓജോ ബോർഡിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. പലപ്പോഴും ഈ ഓജോ ബോർഡ് വെച്ച് ആത്മാവിനെ വിളിച്ചു വരുത്തി അവരോട് സംസാരിക്കുന്നു എന്നൊക്കെ പറയുന്നത് അത് ഒരു എന്താ പറയാ, ഒരു വിശ്വാസ്യതയില്ല. ഒരു വിശ്വാസ്യത ഇല്ല അതിനകത്ത്. ഇപ്പം നമ്മൾ സെമിത്തേരിയിൽ പോയിരുന്നു കഴിഞ്ഞെന്ന് വെച്ചാൽ എനിക്ക് അതൊന്നും ട്രൈ ചെയ്യാനായിട്ട് തയ്യാറൊന്നുമല്ല. എന്നാലും ഞാൻ പറയാണ്, സെമിത്തേരിയിൽ പോയിരുന്നു കഴിഞ്ഞിട്ട് നമ്മൾ പ്രേതത്തിനെ കാണുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾക്ക് ഉള്ളിൽ ഓൾറെഡി നമുക്കൊരു ഇതുണ്ടാവുമല്ലോ, ഇവിടെ ഇരുന്നാൽ ചിലപ്പോൾ ഇനി പ്രേതം വരുമോ അല്ലെങ്കിൽ ആത്മാവ് വരുമോ എന്നുള്ളതൊക്കെ നമുക്കിങ്ങനെ തോട്ട് വരും. ആ ഒരു സമയത്ത് നമുക്ക് തോന്നുന്ന കുറെ കാര്യങ്ങളായിരിക്കാം. അല്ലെങ്കിൽ നമ്മളിപ്പോൾ എനിക്ക് പണ്ടൊക്കെ തോന്നാറുണ്ടായിരുന്നു, വീടിന്റെ വഴിയുടെ അവിടെ കൂടി നമ്മളിങ്ങനെ രാത്രിയിൽ ഇങ്ങനെ നടക്കുമ്പം നമ്മൾ പേടി എന്ന് പറഞ്ഞ ഒരു സംഭവം പെട്ടെന്ന് മനസ്സിലേക്ക് വന്നാൽ മാത്രമാണ് പുറകിൽ ഒരാൾ ഉണ്ടാവോ അല്ലെങ്കിൽ പുറകിൽ ആരെങ്കിലും നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മളിങ്ങനെ പുറകിലോട്ട് തിരിഞ്ഞ് നോക്കുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ കൂളായിട്ട് നമ്മൾ നടന്നു വരും. അത്രയൊക്കെ ഉള്ളൂ ഇതിനകത്തെന്നുള്ളതാണ്. ഇതിൽ അന്ധവിശ്വാസമൊക്കെ എന്നൊക്കെ പറയുന്ന കുറേ ആളുകളുണ്ട്. അല്ലാതെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇതിന് ഒഴിപ്പിക്കാൻ പോകുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അപ്പം ബാധ ഒഴിപ്പിക്കാൻ പോകുന്നത് അത് ചിലപ്പം ഹിന്ദു കൾച്ചറായിരിക്കാം, ക്രിസ്ത്യൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഇസ്ലാമികമായിട്ടായിരിക്കാം. ഇങ്ങനെ പോകുന്ന ആളുകളുണ്ട്. ഇതിൽ പോകുന്ന മിക്കവരും, അതായത് ഒരു വിഭാഗം ആളുകളും സൂയിസൈഡ് ചെയ്താണ്. ഒരു സമയം കഴിയുമ്പോൾ ആത്മഹത്യ ചെയ്യും. അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന ആളുകളുടെ കുടുംബങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ നശിച്ച് നാമാവിശേഷമായി പോകുന്നൊരു സാഹചര്യമുണ്ട്. ഇതിനൊക്കെ ലോജിക്ക് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും അറിയത്തില്ല. പക്ഷേ ഇത് യാഥാർത്ഥ്യമാണ്. അങ്ങനെയുള്ള പല ആളുകളെ ഞാൻ കുറേ ആളുകളുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇവരെല്ലാം പറയുന്നത് ഒരു സമയം കഴിയുമ്പോഴത്തേക്കും ആത്മഹത്യ ചെയ്യുകയാണ്. ഈ എനർജികളെല്ലാം എനർജി ഫീൽഡുമായിട്ടാണല്ലോ കളിക്കുന്നത്. പെട്ടെന്ന് ഇവർക്ക് മാനസികമായിട്ട് സമ്മർദ്ദങ്ങൾ വരിക, സൂയിസൈഡിലേക്ക് പോവുക. ഇതാണ് പലപ്പോഴും സംഭവിക്കുന്നത്. ഇതൊക്കെ എന്താണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു ലോജിക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ മനസ്സിൻ്റെ പവർ ആയിരിക്കാം. അതെ.